കച്ചവടം സ്വാഭാവികമായിട്ട് ലാഭം വന്നാലും നഷ്ടം വന്നാലും പാർട്ട്നേഴ്സ് ഒരുപോലെ വഹിക്കേണ്ടതാണ്. ഒരു റിയാൽ പോലും നമുക്ക് ലാഭം എടുക്കാൻ പറ്റിയിട്ടില്ല. കട തുറന്ന കാര്യമാണ് ചെയ്തത്. പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ യാതൊരു അത് കഴിഞ്ഞിട്ട് ഇവൻ നാട്ടിൽ പോയിട്ട് PC അജിനെ ശല്യപ്പെടുത്തി ബാക്കി പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 10 ലക്ഷം രൂപ കൊടുത്തുന്നാണ് എൻ്റെ. ഞാൻ പുറത്തു കൊടുത്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കില്ല. അത്രയ്ക്കും നീചവും നിന്ദ്യമായ ഒരു കാര്യമാണ് അവൻ ചെയ്തത്. SMF സംസ്ഥാന സെക്രട്ടറി PC ഇബ്രാഹിം ഹാജിയുമായി ബന്ധപ്പെട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുപ്രചരണങ്ങൾ, ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമ്മോടിന്ന് പങ്കുവെക്കുന്നത് ആരോപണങ്ങൾ പറയപ്പെട്ട ബിസിനസ്സുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആ വിഷയങ്ങൾ അറിയുന്ന ചാവക്കാട് ഹസൻ ഹാജിയാണ്. SMFൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട PC ഇബ്രാഹിം ഹാജിയെക്കുറിച്ച് പല തവണകളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. PC ആയിട്ടുള്ള അടുത്ത ബന്ധമുള്ള ഒരാളെന്ന നിലക്കാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണറായിരുന്നു. കുറച്ച് കാലമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ആ ബിസിനസ്സും നിർത്തിവെച്ചേക്കാണ്. ഈ ആരോപണം ഞാനും കേട്ടിരുന്നു. അതിൽ യാതൊരു കഴമ്പുമില്ല. അദ്ദേഹം ഞാനുമായിട്ട് പാർട്ട്ണർഷിപ്പിൽ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ ഷോപ്പ് നടത്തിയിരുന്നു. അപ്പോൾ കൂടുതലും 55% അദ്ദേഹത്തിൻ്റെ പേരിലും 45% എൻ്റെ പേരിലും ആയിട്ട് അങ്ങനെ നടത്തിയിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ വന്നൊരു വ്യക്തിയാണ് ഫൈസൽ. അപ്പോൾ ഇത് നടത്താൻ വേണ്ടിയിട്ട് ഒരു 10% പാർട്ട്ണർഷിപ്പ് അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട കുറച്ച് നാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കച്ചവടം കുറഞ്ഞ് ഒരു ലാഭസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് PC അവിടെ സ്ഥിരമായിട്ട് വന്ന് നിൽക്കാറില്ല. അതിൻ്റെ ഇടയിലൊരു കാര്യം ചോദിക്കാനുള്ളത്, PC ഇബ്രാഹിം ഹാജി ആയിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? എത്ര കാലമായിട്ടാണ്, ഏത് രീതിയിലാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത് അദ്ദേഹത്തെ? അദ്ദേഹം എൻ്റെ ഷോപ്പിൻ്റെ ഒരു പാർട്ട്ണറായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഹമീദ്, നാദാപുരത്തുള്ള ഹമീദ് എന്ന് പേരായ ഒരാളായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ PC ഒരു സൈലൻറ്റ് പാർട്ട്ണറായിട്ടാണ് നമ്മൾ കട തുടങ്ങുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് പറഞ്ഞത് ഇതിൻ്റെ ഒരു പാർട്ട്ണറാണ് PC ഇബ്രാഹിം ഹാജി എന്ന് പറഞ്ഞത്, പരിചയപ്പെടുത്തിയത്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഹമീദ് എന്ന വ്യക്തി പുള്ളിയുടെ പാർട്ട്ണർഷിപ്പും ഇബ്രാഹിം ഹാജിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പുള്ളി 55% പാർട്ട്ണർഷിപ്പ് അദ്ദേഹത്തിന് അദ്ദേഹം ഏറ്റെടുക്കുകയും 45% എനിക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സ്വാഭാവികമായിട്ട് പെട്രോൾ മാന്ദ്യം ഒക്കെ തുടങ്ങിയ സമയമായിരുന്നു. കച്ചവടം മോശമായിരുന്നു. ആ സമയത്താണ് ഹമീദ് എന്ന വ്യക്തി ഒഴിഞ്ഞു പോയപ്പോൾ ഒരു ആളെ പാർട്ട്ണർഷിപ്പിലേക്ക് നോക്കാമെന്ന് പറഞ്ഞ് ഒരു മസ്കറ്റിൽ പോയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് ഈ ഫൈസൽ എന്ന വ്യക്തിയെ. ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ പരാതി ഉന്നയിക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫൈസൽ എന്ന വ്യക്തിയാണ്. അതെ, അവൻ്റെ 10% ഷെയർ ഇതിലേക്ക് അവൻ തന്നിരുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ തന്നെ ഷോപ്പ് ഏറ്റെടുത്ത് നടത്താമെന്നൊരു ഉറപ്പിൽ അവൻ വരികയും ഇപ്പോൾ PCയോടൊപ്പം വന്ന് നിന്നിട്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കി അവൻ കട ഏറ്റെടുക്കുകയും അവൻ LLCയിലേക്ക് കടയിൽ നിന്ന് പേപ്പറൊക്കെ വാങ്ങിക്കൊണ്ടുപോയി അവൻ LLC ആക്കി തരാം, ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവൻ കട നടത്താമെന്നും ഏൽക്കുകയും ചെയ്തിരുന്നു. ഞാനാണ് കടയിലുണ്ടായിരുന്നതും കട നടത്തിയിരുന്നതും. അപ്പോൾ അവൻ നടത്താമെന്ന് ഉറപ്പറഞ്ഞപ്പോൾ ഞാൻ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. അവൻ കട നടത്താൻ തുടങ്ങി 1-2 ആഴ്ചയൊക്കെ ശരിക്കും കടയിലൊക്കെ വന്നിരുന്നു. പിന്നീട് ഈ പാർട്ട്ണർഷിപ്പിലേക്ക് ഇവൻ 10,000 റിയാലാണ് കൊടുത്തത്. ഈ 10,000 റിയാൽ പാർട്ട്ണർഷിപ്പിലേക്ക് കൊടുത്തതിൽ 9,100 റിയാൽ അവൻ്റെ പൈസയും ബാക്കി തികയാത്ത PC ആ അക്കൗണ്ടിലേക്ക്, അവൻ്റെ അക്കൗണ്ടിലേക്ക് നാട്ടിൽ നിന്ന് അയച്ചിട്ട് കൊടുത്തിട്ട് ആ പൈസയും കൂട്ടി തയ്ച്ചിട്ടാണ് 10,000 റിയാൽ എനിക്ക് 5,000 വെച്ച് 2 ചെക്ക് തന്നത്. അവൻ ചെക്കായിട്ടാണ് ഇതിലേക്ക് പാർട്ട്ണർഷിപ്പിലുള്ള പൈസ തന്നത്. ക്യാഷ് ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് ചെക്കായിട്ടാകുമ്പോൾ ഒരു രേഖാവട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അദ്ദേഹം ശരിക്ക് നിങ്ങളായിട്ടാണോ അല്ല PC ആയിട്ടാണോ ഇടപാട് നടത്തുന്നത്? ഇബ്രാഹിം ഹാജിക്കാനോടാണോ ഈ ഇടപാട് ഫൈസൽ എന്ന വ്യക്തി നടത്തുന്നത്, നിങ്ങളോടാണോ? ഫൈസലിനെ കൊണ്ടുവന്നത് ഇബ്രാഹിം ഹാജിയാണ്. 10% കൂറ് കൂട്ടിയതും ഷെയർ കൂട്ടിയതും ഇബ്രാഹിം ഹാജിയാണ്. അതിനുശേഷം ഇവൻ ഇടയ്ക്ക് കടയിൽ വരും പോവുകയൊക്കെ ചെയ്യുന്നു. ഒരു റിയാൽ പോലും നമുക്ക് ലാഭം എടുക്കാൻ പറ്റിയിട്ടില്ല കട തുടങ്ങിയതിന് ശേഷം. കാരണം നമ്മൾക്ക് കിട്ടുന്ന പൈസ മുഴുവനും വാടകയും
ജോലിക്കാരെ ശമ്പളം കൊടുത്ത് ബാക്കി പൈസക്ക് നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കി കട ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അത് കാരണം പുള്ളിക്കും ഒരു പൈസ കിട്ടിയിട്ടില്ല, അതിൽ നിന്ന് എനിക്കും കിട്ടിയിട്ടില്ല. പുള്ളി കൊണ്ടുവന്ന ഫൈസൽ അവനും സ്വാഭാവികമായിട്ട് അവൻ അതിൽ 10,000 റിയാൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന് അതിന് ലാഭം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് PC ആണല്ലോ ഇവനവിടെ പരിചയപ്പെടുത്തിയത്. അപ്പം PC-യുടെ അടുത്ത് ചോദിച്ച് ലാഭം ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് കുറേ വിഷയങ്ങളൊക്കെ പറഞ്ഞു. കച്ചവടം സ്വാഭാവികമായിട്ട് ലാഭം വന്നാലും നഷ്ടം വന്നാലും പാർട്ട്നേഴ്സ് ഒരുപോലെ വഹിക്കേണ്ടതാണ്. ഇവൻ അങ്ങനെ പറഞ്ഞു, ഇനി ഞാൻ നടത്താമെന്ന് പറഞ്ഞിട്ട് കട ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കട ഏറ്റെടുക്കുമ്പോൾ എല്ലാ രേഖകളും കാര്യങ്ങളും അവനെ ഏൽപ്പിച്ചിരുന്നു. ആദ്യം LLC-യിൽ അവരുടെ പേരില്ലായിരുന്നു. അപ്പോൾ അവൻ LLC-യിൽ പേര് ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് കടയുടെ എല്ലാ രേഖകളും എന്നിൽ നിന്ന് അവൻ കൈപ്പറ്റുകയും അതിന് സാക്ഷിയായിട്ട് ഇബ്രാഹിം ഹാജിയും കൂടെ ഉണ്ടായിരുന്നു. ഇവരും കൂടെ ഉള്ളപ്പോഴാണ് അങ്ങനെ ഒരു കണക്കും കാര്യങ്ങളും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഒരു തീരുമാനമാക്കിയിട്ട് ഞങ്ങൾ രേഖകളൊക്കെ ഏറ്റുവാങ്ങുന്നത്. കടയുടെ രേഖകളൊക്കെ എൻ്റെ കയ്യിലായിരുന്നു. അപ്പം ഞാനല്ല കട നടത്തിയിരുന്നത്. അന്ന് PC വന്നിട്ട് ഇവനും കൂടെ വന്നിട്ട് അപ്പം നമുക്ക് ഇനി കുറച്ച് നാൾ ഇവൻ നടത്തട്ടെ, LLC ആക്കാന്ന് പറഞ്ഞപ്പോൾ കടയുടെ രേഖകളൊക്കെ നമ്മളതിൽ നിന്ന് അവൻ മേടിച്ചു, അവന് കൊടുത്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവൻ പോയി 1-2 ദിവസമൊക്കെ കടയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് നാട്ടിൽ പോന്നു. നാട്ടിൽ മുന്നേ ഒരു ദിവസം ഞാൻ പോരുന്ന അന്ന് അവിടെ കടയിൽ അവൻ വന്നിരുന്നു. വന്നത് അവൻ സത്യം പറഞ്ഞാൽ ഈ എൻ്റെ പേരിൽ കേസ് കൊടുക്കാനാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ പോകുന്നതിന് ശേഷമാണ് കോടതിയിൽ എന്നെ അന്വേഷിച്ചിട്ട് കേസ് കൊടുക്കാനുള്ളത്. അതായത് അവൻ കേസ് കൊടുത്തത് എൻ്റെ പേരിൽ കേസ് കൊടുത്തത് ഞാൻ ക്യാഷ് ആയിട്ട് 10,000 റിയാൽ വാങ്ങിയിട്ടുണ്ട്, കട ആയിട്ട് വാങ്ങിയതാന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ പേരിലും എൻ്റെ സ്പോൺസറുടെ പേരിലും അവൻ കേസ് കൊടുത്തു. അപ്പോൾ കേസ് കൊടുത്തപ്പോൾ സാധാരണ ഒരു പാർട്ട്ണറാകുമ്പോൾ കച്ചവടത്തിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഞാൻ കടമായിട്ട് വാങ്ങിയതല്ല ഈ 10,000 റിയാൽ. ഈ 10,000 റിയാൽ പീസ് പറഞ്ഞതനുസരിച്ച് 10% ഷെയറായിട്ട് തന്നാണ്. അപ്പോൾ ഞാൻ ഇവനെ അറിയല്ല, അവനായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇവനെ PC മുഖേന അവനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവൻ പറഞ്ഞ് അപ്പോൾ 10% പൈസ 10,000 റിയാൽ ഞാൻ ചെക്കായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെക്ക് മേടിച്ചാണ്. അപ്പോൾ ഈ ചെക്കിൻ്റെ പേരും വെച്ച് നമ്മളെ പേരിൽ എൻ്റെ പേരിലാണ് ചെക്ക് തന്ന കാരണം എൻ്റെ പേരിൽ അവൻ കേസ് കൊടുത്തു. കേസ് കൊടുത്തിട്ട് എൻ്റെയും സ്പോൺസറുടെയും പേരിൽ കേസ് കൊടുത്ത്. അപ്പോൾ ഈ കേസ് കൊടുക്കാൻ വേണ്ടി വക്കീലിൻ്റെ അടുത്ത് വന്ന അന്ന് ഇവനെ ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു, ബിസിനസ് മോശമായിട്ടാണ് പോകുന്നത് എനിക്ക് തോന്നുകയാണെങ്കിൽ നീ കട വിറ്റിട്ട് നിൻ്റെ 10% ഷെയർ നീ എടുത്തിട്ട് ബാക്കി ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കും ഇബ്രാഹിം ഹാജിക്കും അതിനൊരു കുഴപ്പമില്ല. ഇവര് സീത പോണ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇപ്പം കേട്ടിടത്തോളം അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നത്. ഇവൻ ഓരോ സോഷ്യൽ മീഡിയയിൽ ഈ പരസ്യം എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവന് കേസ് കൊടുത്തിട്ട് എൻ്റെ സ്പോൺസർ പറഞ്ഞ വിവരം അനുസരിച്ച് ഞാൻ പിന്നെ നാട്ടിൽ പോയതിന് ശേഷം പിന്നെ വന്നിട്ടില്ല. ഞാൻ അസുഖമായിട്ട് നാട്ടിൽ പോയതാണ്. മാത്രമല്ല ഇവനൊരു കാരണക്കാരൻ ആണ് ഞാൻ നാട്ടിൽ നിന്ന് വരാതിരിക്കാൻ കാരണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് 10-25 വർഷമായിട്ട് ഞാൻ അവിടെ ബിസിനസ്സും വർക്കും ഒക്കെ ചെയ്തിട്ട് ഡെവലപ്പായി വന്ന ആളാണ്. അപ്പോൾ ഒരുപാട് വ്യക്തിബന്ധങ്ങളും ഒരുപാട് അറബികളായിട്ടുള്ള ബന്ധങ്ങളും കോടതി പോലീസ് സ്റ്റേഷനൊക്കെ ആയിട്ട് ബന്ധങ്ങളുള്ള ഒരു ആളായിരുന്നു. നല്ല ബന്ധങ്ങൾ. കോടതിയിൽ ട്രാൻസ്ലേഷനൊക്കെ ഞാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേരിലൊരു കേസ് വന്നപ്പോൾ സ്വാഭാവികമായും ഇവരെ അറിയില്ലോ, ഈ പോലീസുകാരും കോടതിയിലൊക്കെ അറിയുമ്പോൾ എനിക്കത് അറിയുന്ന ആളുകൾ നമ്മളെ റോങ് ആയിട്ട് കാണുമല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ഈ ഒമാനിക്ക് പോയിട്ടില്ല. പിന്നെ ഇവൻ എൻ്റെ സ്പോൺസറാണ് കേസ് നടത്തിയിരുന്നത്. സ്പോൺസർ ഒരുപാട് എന്നെ വഴക്ക് പറഞ്ഞു. കാരണം ഞാൻ അറിയാതെ ഇവനെ എങ്ങനെ ഇതിൽ പാർട്ട്ണർഷിപ്പ് നീ ചേർക്കുക, ഇങ്ങനെ ഒരാൾ ഞാൻ അറിയില്ല, ഇബ്രാഹിം ഹാജിനെ മാത്രമേ അറിയുള്ളൂ, ഇങ്ങനെ ഒരു 10% കൂറുള്ള ഒരാൾ ഇതിൽ ചേർക്കുമ്പോൾ എന്നോട് പറയണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ 10% ആയ കാരണം ഞങ്ങൾ അങ്ങനെ അറിയിച്ചിട്ടില്ല, പറഞ്ഞില്ല. ഒരു കാര്യമല്ല. പിന്നെ പിന്നീട് ഇവൻ LLC ആക്കാന്ന് പറഞ്ഞാൽ ഇവന്റെ പേരിലും കൂടി ആക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ പേപ്പേഴ്സൊക്കെ വാങ്ങിയത്. ഇവൻ പോയിട്ട് ഞങ്ങളറിയാതെ കേസ് കൊടുത്ത്. അതൊരു ചതിയാണ്, വലിയ ചതിയാണ്. കാരണം നമുക്ക് കൂടി മോശപ്പേരുണ്ടാക്കി. അവനെ കുറച്ച് ക്ഷമിക്കുകയാണെങ്കിൽ ഈ കട വിറ്റിട്ട് ഇവൻ എത്ര ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അതൊക്കെ നമ്മൾ തിരിച്ചു കൊടുത്തായിരുന്നു. അപ്പം ഞാൻ നാട്ടിൽ പോണ ആ സമയം നോക്കിയിട്ട് ഇവൻ കേസ് കൊടുത്തു. ഞാൻ സ്വാഭാവികമായിട്ട് സുഖമില്ലാണ്ട്
നാട്ടിലേക്ക് പോകുന്നതാണ്. എനിക്ക് മഞ്ഞപ്പിത്തം പിടിച്ച് ലിവർ കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ കുറേ കാലമായിട്ട് ചികിത്സയിലാണ്. അപ്പോൾ ആ സമയത്ത് ഇവൻ നാട്ടിൽ ഈ കേസ് കൊടുത്തപ്പോൾ പിന്നെ ഞാൻ മാനസികമായിട്ട് ആകെ തളർന്നു പോയി. പിന്നെ എൻ്റെ മകൻ അവിടെ ജോലി ചെയ്തിരുന്നു. നമുക്ക് ആ കട കൊണ്ട് ഇത്ര കാലം നടത്തിയിട്ട് എൻ്റെ ഒരു ശമ്പളം മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ. ഈ PC പോലും ഒരു പൈസ PCAGക്ക് കിട്ടിയിട്ടില്ല. അതിൽ ആരും എടുത്തിട്ടില്ല. ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് ആരും ഒരു പൈസ കണക്കാക്കി എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ കിട്ടുന്ന പൈസ അവിടെ തന്നെ ഞങ്ങൾ കൂടുതൽ സാധനങ്ങൾ ഇറക്കി അത് ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ 2 കടകളും നമ്മളങ്ങനെ സെറ്റാക്കി കൊണ്ടുവന്ന. നമുക്കൊരു ലാഭകരമായിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ, സ്വാഭാവികമായിട്ടും സമയം എടുക്കും. നമ്മൾ എന്തൊരു ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനൊരു സമയവും വേണം. അതിന് വേണ്ട സാങ്കേതിക കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും ഈ പാർട്ട്നേഴ്സും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ. അപ്പം അന്ന് ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മാത്രമാണ് നമ്മൾക്ക് അവൻ തന്നിട്ടുള്ളൂ. പിന്നെ ഇവൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ PC കുറച്ച് മോശമായ രീതിയിൽ അദ്ദേഹത്തെ സംസാരിക്കുകയും പൈസയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ചോദിക്കുകയും ചെയ്തിട്ട് വളരെ ബുദ്ധിമുട്ടിക്കായിരുന്നു. അപ്പം അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. PC എന്നെ വിളിക്കും, ഞങ്ങൾ നല്ല വ്യക്തിബന്ധമാണ്, നല്ലൊരു മനുഷ്യനാണ്. ഷെയർ കൊടുത്ത ആള് പിന്നെ കേസ് കൊടുത്ത് അതിന് പോരാണ്ട് ഈ കേസ് കൊടുത്തതിലേക്ക് എൻ്റെ അർബാബ് 5700 റിയാൽ അവിടെ കോടതിയിൽ ഇവന് വേണ്ടി കെട്ടി. ആ പൈസ ഇവന് കിട്ടിയെന്നാണ് എൻ്റെ അർബാബ് പറഞ്ഞത്, എൻ്റെ സ്പോൺസർ പറഞ്ഞത്. പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അതിൽ യാതൊരു കഴമ്പുമില്ല. പുള്ളിയെ അവഹേളിക്കുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാവുന്നത്, ആദ്യം PC ഇബ്രാഹിം ഹാജി ആദർശ സംരക്ഷണ സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ, പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രചരിക്കുന്നത്. അന്ന് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഷാഫി ഹാജിയെ പോലുള്ള, അബ്ദുസമദ് പൂക്കോട്ടിനെ പോലെയുള്ള നേതാക്കൾ തന്നെ ഇതിന് മറുപടി പറഞ്ഞതായിരുന്നു. ഇന്ന് സുന്നി മാലി ഫെഡറേഷൻ്റെ പുതിയ കമ്മിറ്റി വന്ന് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി PC ഇബ്രാഹിം ഹാജി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള പ്രചരണങ്ങൾ വരുന്നത്. ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം, ഇത് തീർത്തും ഇബ്രാഹിം ഹാജിയെ അവഹേളിക്കാനുള്ള, വ്യക്തിഹത്യ ചെയ്യാനുള്ള പോസ്റ്റുകളും ശ്രമങ്ങളുമാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തി ഇടപാട് നടത്തുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷെയർ തരുന്നത് ഇബ്രാഹിം ഹാജിക്കാണോ വാങ്ങുന്നത്? അദ്ദേഹത്തോട് ഫൈസലിനോട് പൈസ വാങ്ങുന്നത് ഞാനാണ്. ഫൈസലിൻ്റെ കയ്യിൽ നിന്ന് ചെക്ക് 2 എണ്ണം വാങ്ങിയത്. അതായത് 5000 റിയാൽ വെച്ചിട്ട് 10% പാർട്ട്ണർഷിപ്പ് നമുക്ക് തന്നത് അവൻ എൻ്റെ പേരിലായിരുന്നു. അത് കാരണമാണ് എൻ്റെ പേരിൽ ചെക്ക് തന്നതിൻ്റെ ഒരു തെളിവ് കാരണമാണ് അവൻ അവിടെ എൻ്റെ പേരിൽ കേസ് കൊടുത്തത്. അവൻ കടം വാങ്ങിയെന്ന് പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തത്. അവൻ്റെ 10000 റിയാൽ ഞാൻ വാങ്ങി വെച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട്. ഇബ്രാഹിം ഹാജി ഈ സംഭവം ഇവനോട് ഇത്ര പാർട്ട്ണർഷിപ്പിന് ഇത്ര പൈസയാണെന്ന് എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. ആള് പൈസ മേടിച്ച് എന്നിട്ട് ഈ മുഴുവൻ പൈസ എൻ്റെ കയ്യിൽ തരാനില്ലാതെ 9100 റിയാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതിന് തികയാത്ത പൈസ നാട്ടിൽ പോയിട്ട് അയാള് പിന്നെ ഇബ്രാഹിം ഹാജി വേറെ ഒരാളെ കെയർ ഓഫിൽ ആൾക്ക് എത്തിച്ചു കൊടുക്കുക ചെയ്തത്. ബാക്കി 900 അതെനിക്കറിയാം. കാരണം അവനും എനിക്കും അറിയാം. രണ്ട് കാര്യങ്ങളും, ഈ ഫൈസലിനും ഈ സത്യം എനിക്കും അറിയാം. കാരണം എന്നോട് ഈ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ബാക്കി പൈസ ഞാൻ ഒപ്പിച്ചു കൊടുന്ന് അയച്ചോളാം. ഈ ഫൈസലിനെ നിങ്ങളായിട്ട് ബന്ധപ്പെടുത്തി അവനൊരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അന്ന് ഫൈസലിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക ചെയ്തത്. ഇതിലേക്ക് അവൻ്റെ പാർട്ട്ണർഷിപ്പിലേക്ക് പൈസ തികയാത്തതിൻ്റെ പേരിൽ പുള്ളി നാട്ടിൽ നിന്ന് പൈസ ആരോ കൈവശം അയച്ചു കൊടുക്കുക, കണക്ട് ചെയ്തിട്ട് അയച്ച്. ഈ പോസ്റ്റില് ഫൈസൽ എന്ന് പറയുന്ന ആളെ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യമാണ്, ഇബ്രാഹിം ഹാജിക്ക് നടത്തുന്ന സ്ഥാപനമാണത്. അപ്പൊ ഇബ്രാഹിം ഹാജിക്കാണോ അവിടെ കട നടത്തുന്നത്? കട നടത്തിയിരുന്നത് ഞാനായിരുന്നു. ഇബ്രാഹിം ഹാജിക്ക് അവിടെ ഫൈസൽ എന്ന വ്യക്തി വന്നതിന് ശേഷം ആരാണ് നടത്തിയത്? ഇബ്രാഹിം ഹാജിക്കാണോ? അല്ല, ഫൈസൽ എന്ന വ്യക്തി വന്ന സമയത്തും ഞാൻ തന്നെയാണ് നടത്തിയിരുന്നത്. ഞാൻ നടത്തിയിട്ട് അതിൽ വേണ്ടത്ര ലാഭകരമായി പോകാത്തതിന്റെ പേരിൽ അവർക്ക് തോന്നിയിട്ടില്ല. അവർക്ക് സ്വാഭാവികമായിട്ടും ഇതൊരു ലാഭകരമായിട്ട് പോകുന്നില്ല എന്ന് തോന്നിയപ്പോൾ അവൻ ഏറ്റെടുത്ത് നടത്താമെന്ന് ഫൈസൽ ഏറ്റെടുത്ത് നടത്താമെന്ന് ഇബ്രാഹിം ഹാജിയോടും എന്നോടും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അവൻ്റെ വാക്ക് കേട്ടിട്ട് ഞാൻ അതിന് ഒഴിഞ്ഞു മാറിയിട്ട് അവനെ നടത്താൻ ഏൽപ്പിച്ചതാണ്. ഈ നടത്താൻ ഏൽപ്പിച്ചത് മാത്രമല്ല, അവൻ അതിൽ കൂടുതൽ കടങ്ങൾ വരുത്തി വയ്ക്കുകയും, ഞാൻ നാട്ടിൽ വന്നിട്ട് കമ്പനിക്കാരെ ഇന്ന് ക്രെഡിറ്റിന് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. അത് ഈ
ഇവൻ നടത്തിയിട്ട് അവസാനം കട അടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ കമ്പനിക്കാരെ ഇന്ന് ക്രെഡിറ്റ് എടുത്ത പൈസക്കൊക്കെ ഉത്തരവാദി ഞാനാണ്. കാരണം എൻ്റെ പേരിലാണ് മേടിച്ചിരുന്നത്. ഞാനും മുന്നേ ക്രെഡിറ്റ് എടുത്തിരുന്നത്. അവൻ നടത്തുമ്പോഴും അത് ക്രെഡിറ്റിൽ തന്നെയാണ് നടന്നിരുന്നത്. അപ്പോൾ ഈ ക്രെഡിറ്റൊക്കെ ഞാൻ അവസാനം എൻ്റെ വസ്തു വിറ്റിട്ടാണ് ഞാൻ കുറേ കടങ്ങൾ വീട്ടിയത്. സ്വന്തം എൻ്റെ വീട് വരെ വിറ്റിട്ടാണ് ഇതിൻ്റെ കുറേ കടങ്ങൾ ഞാൻ വീട്ടിയത്. ഇബ്രാഹിം ഹാജിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. അത് അത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഇബ്രാഹിം ഹാജി ഒരു ബിസിനസ് തുടങ്ങി, ആ പുള്ളിക്ക് പോലും 1 രൂപ ലാഭം പോലും എടുക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ എനിക്കും കിട്ടിയിട്ടില്ല, ഫൈസലിനും കിട്ടിയിട്ടില്ല. അപ്പോൾ ഫൈസൽ നടത്തിക്കൊണ്ടിരുന്നിട്ട് സമയത്ത് അവന് മോശമായ ചിന്ത തോന്നിയിട്ട് എൻ്റെ പേരിൽ എൻ്റെ സ്പോൺസറുടെ പേരിലും കേസ് കൊടുക്കുക ചെയ്തത്. ഈ രീതിയിലാവും സാധാരണ ഒരു ബിസിനസ് ആകുമ്പോൾ അതിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ബിസിനസ്സിലും കച്ചവടത്തിലൊക്കെ നമ്മൾ പറയല് ലാഭം വന്നാലും നഷ്ടം വന്നാലും ഷെയറുകാരെല്ലാവരും ഒരുപോലെ അതിനെ എടുക്കണം എന്നാണല്ലോ പറയാറ്. അത് ശരിയാണല്ലോ. അത് ഇബ്രാഹിം ഹാജി തന്നെ പറഞ്ഞത്, നമുക്ക് ഏതായാലും നഷ്ടം പറ്റി, എനിക്കും നഷ്ടം പറ്റി, നമുക്ക് മൊത്തം നഷ്ടത്തിലാണ്. അപ്പോൾ അതിലിറക്കിയ പൈസ അതിനുവേണ്ടി കേസ് കൊടുക്കുക അത് ശരിയുള്ള കാര്യമല്ലല്ലോ. അതായത് അവൻ ബിസിനസ്സിലേക്കാണ് പൈസ തന്നിട്ടുള്ളത്, മനസ്സിലായി? അവനെ കടം തന്നതല്ല. അപ്പൊ ബിസിനസ് ആകുമ്പോൾ നഷ്ടം വരും, ലാഭം വരും. അതെല്ലാം ഒരു ന്യായവും ഇല്ല. എന്നെ കൂടി അവൻ അതിൽ തളർത്തി. 25 വർഷമായിട്ട് ഞാൻ ഒമാനിലെ ബിസിനസ്സും വർക്കും ഒക്കെ ആയിരുന്നു. എൻ്റെ പേര് പോലും അവൻ കളഞ്ഞിട്ടുണ്ടാക്കി, മനസ്സിലായോ? അത് ഞാൻ പുറത്തു കൊടുത്താലും അള്ളാഹു അവന് പുറത്തു കൊടുക്കില്ല. അത്രയ്ക്കും നീചവും നിന്ദ്യമായ ഒരു കാര്യമാണ് അവൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇവൻ നാട്ടിൽ പോയിട്ട് പിന്നെ PC ഹാജിനെ അവൻ വീണ്ടും ശല്യപ്പെടുത്തി ബാക്കി പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 10 ലക്ഷം രൂപ കൊടുത്തെന്നാണ് എൻ്റെ അറിവ്. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശപ്രകാരം ചെമ്മാട് ദാറുൽ ഹുദയിൽ വെച്ച് നടന്ന മസ്ലഹത്ത് യോഗത്തിൽ PC ഇബ്രാഹിം ഹാജിയോട് ഈ പറയപ്പെട്ട വ്യക്തിയും അദ്ദേഹത്തിൻ്റെ പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് വന്നിരുന്നു. അവർ കുറ്റം ഏറ്റുപറയുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു ഈ വ്യക്തിയുടെ തെറ്റുപറ്റി എന്നുള്ള വിഷയത്തിൽ. അന്ന് PC ഇബ്രാഹിം ഹാജി ഇവരുടെ വിഷമം കണ്ട് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതാന്തരീക്ഷവും കണ്ട് ഒരു 10 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അന്ന് മധ്യസ്ഥന്മാർ അത് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായത്. അത് ഈ വിഷയവുമായിട്ടൊരു ബന്ധപ്പെടുന്നതോ ഈ കച്ചവടത്തിൻ്റെ ലാഭനഷ്ടങ്ങളിൽ പെടുന്ന വിഷയമോ ഒന്നുമായിരുന്നില്ല. ഇങ്ങനൊരു വിഷയം രമ്യമായി തീരുമ്പോൾ ഒരു മനുഷ്യനെ സഹായിക്കുക എന്നുള്ള രീതിയിലൊരു ഹദിയയായിട്ട് ഇബ്രാഹിം ഹാജി അന്ന് 10 ലക്ഷം രൂപ കൊടുത്തിരുന്നു. അത് മധ്യസ്ഥത്തിൽ ഈ പൈസ വേണമെന്നുണ്ടായിരുന്നില്ല, കച്ചവടത്തിൻ്റെ ലാഭനഷ്ടങ്ങളെ ഇത് ബാധിക്കുന്നില്ല, എന്നിട്ടും വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അവരുടെ തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനായ PC റഫീഖ് എന്നവരുടെ സാന്നിധ്യത്തിൽ എല്ലാം ക്ഷമാപണം നടത്തി അവരുടെ കുറ്റമാണെന്ന് ഏറ്റുപറഞ്ഞ് എങ്കിലും ഉണ്ടായ വിഷമത്തിൽ ഒരു 10 ലക്ഷം രൂപ ഹദിയ പോലും നൽകി എല്ലാം നല്ല രീതിയിൽ പരിഹരിച്ച് ഈ പ്രശ്നം വീണ്ടും കാലങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷത്തോളം കഴിഞ്ഞിട്ട് വീണ്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരുന്നതിൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും PC ഇബ്രാഹിം ഹാജി എന്ന സാമൂഹ്യ പ്രവർത്തകനെ അല്ലെങ്കിൽ നമ്മുടെ സംഘടനയുടെ സമസ്തയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സമസ്തയുടെ സ്ഥാപനങ്ങളുടെ സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും എല്ലാ വിധത്തിലും ശാരീരികമായും സാമ്പത്തികമായും അകമയിന് പിന്തുണച്ചിട്ടുള്ള നേതാവ് എന്ന നിലയിൽ SMFൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അദ്ദേഹത്തെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനും ആളുകൾക്കിടയിൽ വ്യക്തിഹത്യ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആരോപണങ്ങൾ കാണുമ്പോൾ പലർക്കും ഇതിലൊരു സംശയങ്ങൾ വരും. കാരണം ഈ ഇവിടെ നടന്ന മസ്ലഹത്തോ മറ്റോ ഒന്നും അറിയാതെ ഈ ആരോപണങ്ങൾ മാത്രം കാണുമ്പോൾ അതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ആരോപണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്ന ഈ വ്യക്തിയുടെ പിതാവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരനായിട്ടുള്ള PC റഫീഖ് എന്നിവരെയൊക്കെ ബന്ധപ്പെട്ടാൽ നമുക്ക് മനസ്സിലാക്കാനേ ഉള്ളൂ. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഇവിടുത്തെ നാട്ടിലെ നിയമം കോടതിയൊക്കെ ബന്ധപ്പെട്ട് നിയമപരമായി അതിനെ നേരിടാമല്ലോ. അതിന് ഇബ്രാഹിം ഹാജിയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് അദ്ദേഹം അതിന് തയ്യാറാണ്. ഏത് രീതിയിലുള്ള ഏത് നിയമപരമായിട്ടുള്ള നേരിടലിനും അദ്ദേഹം തയ്യാറാണ് എന്നാണ് അദ്ദേഹത്തെ ബന്ധപ്പെടുമ്പോൾ അറിയുന്നത്. ആ രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നല്ലാതെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ഇത്തരം കുപ്രചരണങ്ങൾ അത് തീർത്തും ഇതിന് പിന്നിലൊക്കെ ആരൊക്കെയോ ചേർന്ന് ഇബ്രാഹിം ഹാജിയെ വ്യക്തിഹത്യ ചെയ്യാനുള്ള ശ്രമം മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ.